9th സ്റ്റേറ്റിലെ ഒരു ചാപ്റ്ററാണ് ഏത് ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന സമവാക്യങ്ങൾ. അതിൽ കുറേ ടേംസും വരുന്നുണ്ട്, കുറേ ഇക്വേഷൻസും വരുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഒന്ന് ടേംസ് നോക്കാം. ഇപ്പോൾ ഒരാൾ ഇവിടെ നിന്ന് എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ഒരു 30 മീറ്റർ ട്രാവൽ ചെയ്തു. ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് സി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ഒരു 40 മീറ്റർ ട്രാവൽ ചെയ്തു, സഞ്ചരിച്ചു. അപ്പോൾ ഇവിടെ ടോട്ടൽ എടുത്ത ഡിസ്റ്റൻസ് എത്രയാണ്, ആൾ നടന്ന ഡിസ്റ്റൻസ് എത്രയാണ്, അല്ലെങ്കിൽ നടന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം എത്രയാണ്? 30 + 40 എത്രയാണ്? 70. യൂണിറ്റ് എന്ത് കൊടുക്കും? മീറ്റർ അല്ല എന്നേക്കണേ, യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് അല്ലെ സ്ഥാനാന്തരം എന്താന്ന് നോക്കിയാലോ. ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് ഉള്ള മിനിമം ഡിസ്റ്റൻസ് അത് നോക്കാം. ഇവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇത് എത്രയായിരിക്കും? ഒരു 25 മീറ്റർ കൊടുത്തു എന്ന് വെച്ചോ. ഇവിടെ സ്ഥാനാന്തരം എത്രയായിരിക്കും, അല്ലെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? 25 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ്. The minimum distance between two points are called displacement and the path traveled by a person is called distance. അതാണ് രണ്ടിൻ്റെയും വ്യത്യാസം. ഇപ്പോൾ ഒരാൾ ഇവിടെ നിന്ന് എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് നടന്ന് ഇവിടെ എത്തി. ഒരു 50 മീറ്റർ ട്രാവൽ ചെയ്തു. ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ്? 50 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? 50 ആവണം. പക്ഷെ ഇവിടെ മിനിമം ഡിസ്റ്റൻസ് ഒന്ന് ആലോചിച്ച് നോക്ക്. എന്ന് എയിൽ തന്നെ എത്തി. അപ്പം മിനിമം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ എ ടു എ സ്ട്രെയിറ്റ് ലൈൻ ജോയിൻ ചെയ്യാൻ പറ്റില്ല, സെയിം പോയിന്റ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് മിനിമം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എത്ര വരും? 0 മീറ്റർ. ഇനി അടുത്തൊരു ടോപ്പിക് നോക്കിയാലോ. സ്പീഡ് അല്ലെങ്കിൽ വേഗം. സ്പീഡ് ഓർ വേഗം എന്തായിരിക്കും? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. രണ്ട് സെക്ഷനായിട്ട് വരുന്നെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരാൾ എന്ന് ബിയിലേക്ക് 30 മീറ്റർ നടന്നു. എത്ര സമയം കൊണ്ട്? ഒരു ലെറ്റ് മീ ഗസ് ഒരു 30 സെക്കൻഡ് കൊണ്ട് നടന്നു എന്ന് വെച്ചാൽ 30 മീറ്റർ 30 സെക്കൻഡ് കൊണ്ട് നടന്നു. ഡിസ്റ്റൻസ് ഇവിടെ എത്രയാണ്? 30. യൂണിറ്റ് ഇടണം. ടൈം ടേക്കൺ 30 സെക്കൻഡ്. അപ്പം എത്രയായി? 30/30 എത്രയാണ്? 30ൽ 1 ഇവിടെ 1/1 1. അപ്പം എത്ര വരും? 1 മീറ്റർ പെർ സെക്കൻഡ്. മുകളിൽ ഡിസ്റ്റൻസ് മീറ്റർ, എസ് ഐ യൂണിറ്റ് മീറ്റർ. അടിയിൽ ടൈം ടേക്കൺ എസ് ഐ യൂണിറ്റ് സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് സ്പീഡിൻ്റെ ഇക്വേഷൻ. ഇനി എന്ത് നോക്കാം? പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി. വെലോസിറ്റി പ്രവേഗം അതെന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ടേക്കൺ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇവിടെയും യൂണിറ്റ് ആദ്യം നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എന്താണ്? ഡിസ്റ്റൻസിന്റെ സെയിം, എത്ര മീറ്റർ തന്നെ. ടൈമിന്റെ എപ്പോഴും എന്താണ്? എസ് ഐ യൂണിറ്റ് സെക്കൻഡ് ആണ്. ഇവിടെ എന്ത് തന്നെ വന്നു? മീറ്റർ പെർ സെക്കൻഡ്. ഒരാള് എന്ന് ബിയിലേക്ക് 20 മീറ്റർ നടന്നു. എന്നിട്ട് സിയിലേക്ക് 10 മീറ്റർ നടന്നു.
എന്ന് സിയിലേക്കുള്ള ദൂരം 25 മീറ്റർ ആണെങ്കിൽ ഇവിടെ ഡിസ്റ്റൻസ് ആൾ നടന്ന വഴി കൂടെ നോക്കുക, 20 + 10 30. ഡിസ്പ്ലേസ്മെൻറ്റോ അല്ലെ സ്ഥാനാന്തരോ ആദ്യത്തെ അവസാനത്തെ പോയിന്റിന്റെ ഇടയിലുള്ള മിനിമം ഡിസ്റ്റൻസ് നോക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഇവിടെ എത്രയാണ്? 25. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ടേക്കൺ എങ്ങനെ വരും? 25 മീറ്റർ. ഈ ടൈം നമ്മളൊരു 5 സെക്കൻഡ് കൊടുത്തു വെച്ചാൽ 5 സെക്കൻഡ്. അപ്പോൾ എത്ര? 25/5 5 മീറ്റർ ബൈ സെക്കൻഡ്, അല്ലെങ്കിൽ 5 മീറ്റർ സെക്കൻഡ് മുകളിൽ കൊണ്ടുപോകും, (10⁻⁻1). ഇതാണ് വെലോസിറ്റി അല്ലെ പ്രവേഗത്തിന്റെ ഇക്വേഷൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, 1 മീറ്റർ/സെക്കൻഡ് ആണ് ആദ്യം കിട്ടിയത്. അപ്പോൾ വെലോസിറ്റിയുടെ അല്ലെങ്കിൽ സ്പീഡിന്റെ ആദ്യം നോക്കാം. 1 മീറ്റർ/സെക്കൻഡ്. ഇതിന്റെ അർത്ഥം എന്താ? 1 മീറ്റർ 1 സെക്കൻഡ് ട്രാവൽ ചെയ്തു, അതാണ് അർത്ഥം. അതായത് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുമ്പോൾ ഇതാണ് വരിക, 1 മീറ്റർ ഇൻ 1 സെക്കൻഡ്. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോവാം നമുക്ക്, അത് പിന്നീട് പറഞ്ഞുതരാം. ഇനിയിപ്പോൾ വെലോസിറ്റി എത്ര കിട്ടിയായിരുന്നു? 5 മീറ്റർ 1 സെക്കൻഡിൽ. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല, എന്നാലും പറയാണ്, എക്സാമ്പിളായിട്ട് പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ 5 മീറ്റർ 1 സെക്കൻഡിൽ, 1 മീറ്റർ 1 സെക്കൻഡിൽ, ഇതാണ് അതിൻ്റെ അർത്ഥം. ഇനി ഒരു ഗ്രാഫ് കാണിച്ചു തരാം. പൊസിഷൻ ടൈം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു, ഇവിടെ ടൈം കൊടുത്തു. ഇത് ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് അല്ല, ഡിസ്പ്ലേസ്മെന്റിന്റെ സിമ്പിൾ എസ് ആണ്. ഇങ്ങനെ സ്ട്രൈറ്റ് ലൈൻ തന്നിട്ടുണ്ട്. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൽ ഇവിടുത്തെ ഒരു 5 മീറ്റർ 0 കൊടുക്കണം, ഇതൊരു 10 മീറ്റർ, ഇതൊരു 15 മീറ്റർ. ടൈം ഇങ്ങനെ എപ്പോഴും എക്സ് ആക്സിസിൽ എടുക്കാറ്. 5 സെക്കൻഡ്, 10 സെക്കൻഡ്, 15 സെക്കൻഡ്, 20 സെക്കൻഡ്, ഇങ്ങനെ പോയിന്ന് വെച്ചാൽ ടൈം കൂടുന്നതനുസരിച്ച് ആൾ എവിടെ തന്നെ നിൽക്കണേ? 15 മീറ്റർ തന്നെ. അപ്പം എന്താണ്? ആൾ മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ബോഡി അറ്റ് റെസ്റ്റ് അല്ലെങ്കിൽ പേഴ്സൺ അറ്റ് ഇനി ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നു, സെയിം പൊസിഷൻ ടൈം അല്ലെ ഡിസ്പ്ലേസ്മെന്റ് ടൈമിന്റെ ഇങ്ങനെ ഒരു ലൈൻ വന്നു. ഇതെന്താണ് നോക്കി നോക്ക്. ടൈം കൂടുക എന്നർത്ഥം, റൈറ്റിലേക്ക് കൂടുക, ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്ക് കൂടുക. അപ്പോൾ ടൈം റൈറ്റിലേക്ക് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്പ്ലേസ്മെന്റും കൂടുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? സമയം നീങ്ങുന്നതനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റ് നീങ്ങുന്നുണ്ട്. അവിടെ എന്തുണ്ട്? ഒരു വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗമുണ്ട്. അതും സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ എന്ത് സൂചിപ്പിക്കും? യൂണിഫോം വെലോസിറ്റി. ഇതാണ്. ഇനി അടുത്തൊരു ടോപ്പിക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ത്വരണം അല്ലെ ആക്സിലറേഷൻ. അതെന്താണ്? ഗ്രാഫ് ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യും. പൊസിഷൻ ടൈം ഗ്രാഫ്. സ്ട്രെയിറ്റ് ലൈൻ എന്തായിരുന്നു? യൂണിഫോം വെലോസിറ്റി. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വന്നാൽ ബോഡി അറ്റ് റെസ്റ്റ്. ആക്സിലറേഷൻ്റെ അല്ലെങ്കിൽ ത്വരണത്തിൻ്റെ ഇങ്ങനെ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് വരും. അതായത് വെലോസിറ്റി സമയം കൂടുന്നതനുസരിച്ച് കൂടുന്നുണ്ടെന്ന്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ടൈമിനനുസരിച്ച് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? അവിടെ വെലോസിറ്റി ഉണ്ട്. വെലോസിറ്റി ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണമാണ്. ആക്സിലറേഷൻ ഈക്വൽ ടു എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇപ്പോൾ ഒരു 20 മീറ്റർ/സെക്കൻഡ് പോയിരുന്ന ഒരു വണ്ടി 5 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ/സെക്കൻഡ് ആയി എന്ന് ഒരു എക്സാമ്പിൾ എടുക്കാം. 20 മീറ്റർ/സെക്കൻഡ് പോയിരുന്ന വണ്ടി 40 മീറ്റർ/സെക്കൻഡ് ആയി. എത്ര സമയം കൊണ്ട്? 5 സെക്കൻഡ് കൊണ്ട്. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണ്? 20ഉം 40ഉം എടുക്കണം. അത് എങ്ങനെയാന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണ്? 40 - 20. 20 അല്ലേ അവിടെ ചേഞ്ച്? 40
മീറ്റർ പെർ സെക്കൻഡ് മൈനസ് 20 മീറ്റർ പെർ സെക്കൻഡ് ബൈ ടൈം ടേക്കൺ എത്രയാണ് 5 സെക്കൻഡ്. ഇത് എത്ര വരും 40 മൈനസ് 20 എത്രയാണ് 20 മീറ്റർ പെർ സെക്കൻഡ് ബൈ 5 സെക്കൻഡ്. 5 സെക്കൻഡ്. ഇവിടെ 20/5 എത്ര 4. ഇനി യൂണിറ്റ് നോക്കാം. മുകളിൽ എന്തുണ്ട് മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്, അടിയിൽ സെക്കൻഡ് ഉണ്ട്. അപ്പോൾ അടിയിൽ 2 സെക്കൻഡ് വന്നു. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ 4 മീറ്റർ സെക്കൻഡ് റൈസ് ടു -2. ഇതറിയാലോ, അടിയിൽ നിന്ന് മുകളിൽ വരുമ്പോൾ മൈനസ് ആവുന്നു. അപ്പോൾ 1/a⁻m എന്ന് പറയുന്നത് a⁻−m ആണ്, അല്ലെങ്കിൽ 1/a⁻−m എന്ന് പറയുന്നത് a⁻m ആണ്. ഇനി ഇപ്പം എന്താ പറഞ്ഞുതരാം, a⁻m/a⁻n എന്ന് പറഞ്ഞാൽ എന്താണ് a⁻m−n. എക്സ് വെച്ച് പറയണ്ട. അപ്പം 2²/2⁻3 ആണെങ്കിൽ മുകളിൽ എന്ത് വരും 2⁻2 - 3 വരും. ഇനി a⁻m ഇൻറ്റു a⁻n എന്ത് വരും പവേഴ്സ് ആഡ് ചെയ്യാം m+n. ഇത് സെയിം വേരിയബിൾസ് വരുമ്പോൾ ഡിഫറെൻറ്റ് വേരിയബിൾസ് വരുമ്പോൾ സെയിം പവേഴ്സ് വരുമ്പോൾ നോക്കാം. a⁻m ഇൻറ്റു b⁻m ഇതെന്ത് വരും മൾട്ടിപ്ലൈ ചെയ്യാം a ഇൻറ്റു b. പവർ എന്താണ് കോമൺ ആണ് m. ഇനി അത്ര മതി. ഇല്ലെങ്കിൽ a⁻m/b⁻m എന്ത് വരും. ഇവിടെ എന്ത് ചെയ്തേ a⁻m ഇൻറ്റു b⁻m വന്നപ്പോൾ സെയിം പവേഴ്സ് വന്നപ്പോൾ ഓപ്പറേഷൻ ആദ്യം ചെയ്തു എന്നിട്ട് പവർ ഇട്ട് കൊടുത്തു. ഇവിടെ അപ്പോൾ എന്തൊരു ഓപ്പറേഷൻ ആദ്യം ചെയ്ത് എന്നിട്ട് പവർ ഇട്ട് കൊടുക്കുക a/b⁻m. അത്രയൊക്കെ പറയാം.